ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 19/2024 ആണ്. ഇന്ന് 7ാമത്തെ പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇന്നലെ നമ്മൾ ചെയ്തു നിർത്തിയത് 60ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 61ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എത്ര? 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എത്ര എന്നാണ് ചോദ്യം. എന്താണ് പവർ? മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിന്റെ വിൽക്രമമാണ് ലെൻസിന്റെ പവർ. മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിന്റെ വിൽക്രമം, അതാണ് ലെൻസിന്റെ പവർ എന്ന് പറയുന്നത്. അതായത് പവർ എന്ന് പറയുന്നത് 1/f ആണ്. എഫ് എന്ന് പറയുന്നത് മീറ്ററിൽ ആയിരിക്കണം. അപ്പൊ ഇവിടെ എഫ് എത്രയാണ്? 25 സെന്റിമീറ്റർ ആണ് തന്നേക്കുന്നത്. അതിന് എന്ത് ചെയ്യണം? മീറ്ററിലേക്ക് മാറ്റണം. 25 സെന്റിമീറ്റർ സമം 25/100 മീറ്റർ എന്ന് നമുക്ക് എഴുതാം. അപ്പോ അതിന്റെ വിൽക്രമം എടുക്കണം. 25/100ന്റെ വിൽക്രമം 100/25 എന്ന് വരും. അപ്പൊ എത്ര കിട്ടും? 100/25 4ആണ്. അപ്പോ 4 ഡയോപ്റ്റർ ആണ് ഇവിടുത്തെ ഉത്തരം. പവറിന്റെ SI യൂണിറ്റ് ആണ് എന്ത്? ഡയോപ്റ്റർ. പവറിന്റെ SI യൂണിറ്റ് ആണ് ഡയോപ്റ്റർ. ഡയോപ്റ്ററിനെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് D. കോൺവെക്സ് ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ കോൺകേവ് ലെൻസിന്റെ പവർ ആണ് ചോദിക്കുന്നതെങ്കിൽ അത് നെഗറ്റീവും ആയിരിക്കും. കോൺവെക്സ് ലെൻസിന്റെ പവർ ആണെങ്കിൽ അത് പോസിറ്റീവിലും, കോൺകേവ് ലെൻസിന്റെ പവർ ആണെങ്കിൽ അത് നെഗറ്റീവിലും പറയണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 62. റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പ് ഏത്? ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കാർബണിന്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ്? കാർബൺ 12, കാർബൺ 13, കാർബൺ 14 എന്നിവയാണ് എന്ത്? കാർബണിന്റെ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാർബണിന്റെ ഐസോടോപ്പാണ് കാർബൺ 12. പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാർബണിന്റെ ഐസോടോപ്പ് ഏതാണ്? കാർബൺ 12 ആണ്. കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ് കാർബൺ 14. കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഏതാണ്? കാർബൺ 14 ആണ്. ചരിത്രാതീത കാലത്തെ വസ്തുക്കളുടെയും ഫോസിലുകളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാനായിട്ട്, അതായത് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്നത് കാർബൺ 14 ആണ്. ചരിത്രാതീത കാലത്തെ വസ്തുക്കളുടെയും ഫോസിലുകളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ്? കാർബൺ 14. കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ചത് വില്യാർഡ് ലിബിയാണ്. കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ച ആരാണ്? വില്യാർഡ് ലിബി. അതുപോലെ ഭൂഗർഭജലത്തിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാനും കാർബൺ 14 ഉപയോഗിക്കുന്നുണ്ട്. ഭൂഗർഭജലത്തിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കാർബൺ 14 ഉപയോഗിക്കുന്നുണ്ട്. കാർബണിന്റെ അർദ്ധായുസ് എത്രയാണ്? കാർബണിന്റെ അർദ്ധായുസ് 5730 ആണ്. എന്നാൽ PSCയുടെ ഉത്തരം എത്രയാണ്? 5760 വർഷമാണ്. കാർബണിന്റെ അർദ്ധായുസ് PSCയുടെ ഉത്തരപ്രകാരം 5760 വർഷമാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 63ാമത്തെ ചോദ്യം. ഒരു കുതിരശക്തി എന്നത് ഡാഷ് വാട്ട് ആകുന്നു? ഒരു കുതിരശക്തി എന്നത് എത്രയാണ്? 746 വാട്ടാണ്. ഒരു കുതിരശക്തി എന്ന് പറയുന്നത് 746 വാട്ടാണ്. എന്താണ് പവർ? പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. പ്രവൃത്തിയുടെ നിരക്കാണ് എന്ത്? പവർ എന്ന് പറയുന്നത്. അഥവാ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയാണ് പവർ. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയാണ് പവർ. പവർ കാണാനായിട്ട് പ്രവൃത്തി ഡിവൈഡഡ് ബൈ സമയം ചെയ്താൽ മതി. പവർ കാണാൻ പ്രവൃത്തി ഡിവൈഡഡ് ബൈ സമയം ചെയ്താൽ മതി. പവറിന്റെ യൂണിറ്റ് വാട്ടാണ്. പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് ലെൻസിന്റെ പവർ ആണ് കേട്ടോ, ഡയോപ്റ്റർ പറഞ്ഞത്. ലെൻസിന്റെ പവറിന്റെ SI യൂണിറ്റ് ആണ് ഡയോപ്റ്റർ. ഇവിടെ പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്, അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ്. അതുപോലെ പവറിന്റെ മറ്റൊരു യൂണിറ്റ് ആണ് കുതിരശക്തി അഥവാ ഹോഴ്സ് പവർ. പവറിന്റെ മറ്റൊരു യൂണിറ്റ് എന്താണ്? കുതിരശക്തി അഥവാ ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടാണ്. വൈദ്യുതോർജ്ജത്തിന്റെ വ്യാവസായിക യൂണിറ്റ് ഏതാണ്? വൈദ്യുതോർജ്ജത്തിന്റെ വ്യാവസായിക യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ. വൈദ്യുതോർജ്ജത്തിന്റെ വ്യാവസായിക യൂണിറ്റ് കിലോ വാട്ട് അവർ. 1000 വാട്ടാണ് 1 കിലോ വാട്ട് എന്ന് പറയുന്നത്. 1 കിലോ വാട്ട് എത്രയാണ്? 1000 വാട്ടാണ്. 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്
3.6 ഇൻറ്റു 10⁻6 ജൂളാണ്. 3.6 ഇൻറ്റു 10⁻6 ജൂളാണ് 1 കിലോവാട്ട് അവർ എന്ന് പറയുന്നത്. പവർ എന്ന് പറയുന്നത് ഒരു അദിശ അളവാണ്. പവർ എന്ന് പറയുന്നത് എന്താണ്? ഒരു അദിശ അളവാണ് കേട്ടോ. പവറിന്റെ ഡയമെൻഷൻസ് ഫോർമുല എന്താണ്? പവറിന്റെ ഡയമെൻഷണൽ ഫോർമുല m⁻1 l⁻2 t⁻−3. ഇതാണ് പവറിന്റെ ഡയമെൻഷൻ ഫോർമുല. m⁻1 l⁻2 t⁻−3. ഇതാണ് പവറിന്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 64. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ആരാ? അത് ലാവോസിയർ ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷും ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ലാവോസിയറുമാണ്. ഹൈഡ്രജന്റെ അറ്റോമിക നമ്പർ 1, അതേപോലെ മാസ് നമ്പറും 1 തന്നെ. ഹൈഡ്രജന്റെ അറ്റോമിക നമ്പർ 1 മാസ് നമ്പറും 1. ജലം ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നു. ഹൈഡ്രജൻ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാ? ബോഷ് പ്രക്രിയ. ഹൈഡ്രജൻ വ്യാവസായികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ബോഷ് പ്രക്രിയ. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ഭാവിയിലെ ഇന്ധനം എന്താണ്? ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഇതൊക്കെയാണ് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ. ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം എന്ന് പറയുന്നത്. ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ്? പ്രോട്ടിയം ആണ്. സാധാരണ ഹൈഡ്രജൻ എന്നറിയപ്പെടുന്നത് പ്രോട്ടിയം ആണ്. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാ? അത് ഡ്യൂട്ടീരിയം. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്പാണ് ട്രിഷ്യം. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണ്? ട്രിഷ്യം. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത് ഡ്യൂട്ടീരിയം. സാധാരണ ഹൈഡ്രജൻ എന്നറിയപ്പെടുന്നത് പ്രോട്ടിയം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? നിലവിലെ ISRO ചെയർമാൻ ആരാണ്? S സോമനാഥ് ആണ്. മലയാളിയായ S സോമനാഥ് ആണ് നിലവിലെ ISRO ചെയർമാൻ. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് ഏത്? ISRO. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് ISRO. ISRO സ്ഥാപിതമായത് 1969 ഓഗസ്റ്റ് 15. എന്നാണ്? 1969 ഓഗസ്റ്റ് 15 ISRO സ്ഥാപിതമായത്. ആസ്ഥാനം ബംഗളൂരുവിലെ അന്തരീക്ഷ ഭവനാണ്. ISROയുടെ ആസ്ഥാനം ബംഗളൂരുവിലെ അന്തരീക്ഷ ഭവൻ. ISRO ബഹിരാകാശ വകുപ്പിന് കീഴിലായത് എന്നാ? 1972. ISRO ബഹിരാകാശ വകുപ്പിന് കീഴിലായത് 1972. ISROയുടെ ആദ്യ ചെയർമാനാണ് വിക്രം സാരാഭായ്. ആദ്യ ചെയർമാൻ ആരാണ്? വിക്രം സാരാഭായ്. നിലവിലെ ചെയർമാൻ S സോമനാഥ് ആണ്. ISROയുടെ ചെയർമാനാകുന്ന 5ാമത്തെ മലയാളിയാണ് S സോമനാഥ്. അപ്പൊ ISROയുടെ ചെയർമാനായിട്ടുള്ള ആദ്യ മലയാളി ആരാ? അത് MGK മേനോൻ ആണ്. ISROയുടെ ചെയർമാനായ ആദ്യ മലയാളി MGK മേനോൻ. ISROയുടെ കീഴിലുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? സാഗ 220. സാഗ 220 ആണ് ISROയുടെ കീഴിലുള്ള സൂപ്പർ കമ്പ്യൂട്ടർ. ISRO വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ഏതാണ്? ഭുവൻ. ISRO വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 66. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേരെന്ത്? ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേരെന്താണ്? പ്രഗ്യാൻ. ഈ ക്വസ്റ്റ്യനിൽ തന്നെ ചന്ദ്രനെ കുറിച്ച് 3 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോ ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേര് പ്രഗ്യാൻ എന്നാണ്. ലാൻഡറിന്റെ പേരാണ്
വിക്രം. ലാൻഡറിന്റെ പേര് വിക്രം. ചന്ദ്രയാൻ 3യുടെ മൊത്തം ചിലവ് എത്രയായിരുന്നു? 615 കോടി. ചന്ദ്രയാൻ 3യുടെ മൊത്തം ചിലവ് 615 കോടി രൂപയാണ്. ചന്ദ്രയാൻ 3 വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ എസ് സോമനാഥ് ആണ്. വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആരാണ്? എസ് സോമനാഥ്. 2023 ഓഗസ്റ്റ് 23 ഇത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തതെന്നാണ് 2023 ഓഗസ്റ്റ് 23. അപ്പൊ ചന്ദ്രനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ കണ്ടിട്ടില്ലാത്തവരൊന്ന് കയറി കണ്ടു നോക്കുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 67. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരാണ് എന്ത്? അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം. അപ്പൊ ഇവിടെ ഒരു 3 പദ്ധതികൾ കൂടെ തന്നിട്ടുണ്ട്. അതുകൂടെ നമുക്കൊന്ന് നോക്കാം. ശലഭം പദ്ധതി തന്നിട്ടുണ്ട്. എന്താണ് ശലഭം പദ്ധതി? നവജാത ശിശുക്കൾക്കിടയിലെ ജനന വൈകല്യങ്ങൾ പരിശോധിക്കാനുള്ള സമഗ്രമായ സ്ക്രീനിംഗ് ടെസ്റ്റ് ആണ് എന്ത്? ശലഭം. നവജാത ശിശുക്കൾക്കിടയിലെ ജനന വൈകല്യങ്ങൾ പരിശോധിക്കാനുള്ള സമഗ്രമായ സ്ക്രീനിംഗ് ടെസ്റ്റ് ആണ് എന്ത്? ശലഭം. ഇനി ശ്രുതിതരംഗം പദ്ധതി തന്നിട്ടുണ്ട്. എന്താണ് ശ്രുതിതരംഗം? 5 വയസ്സ് വരെ പ്രായമുള്ള ശ്രവണ പരിമിതിയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയിലൂടെ കേൾവിയും തുടർച്ചയായ ഓഡിയോ വെർബൽ ഹാബിലിറ്റേഷനിലൂടെ സംസാര ശേഷിയും ലഭ്യമാക്കുന്ന സർക്കാർ പദ്ധതിയാണ് ശ്രുതിതരംഗം. 5 വയസ്സ് വരെ പ്രായമുള്ള ശ്രവണ പരിമിതിയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയിലൂടെ കേൾവിയും അതുപോലെ തുടർച്ചയായ ഓഡിയോ വെർബൽ ഹാബിലിറ്റേഷനിലൂടെ സംസാര ശേഷിയും ലഭ്യമാക്കുന്ന സർക്കാർ പദ്ധതിയാണ് ശ്രുതിതരംഗം. സുകൃതം പദ്ധതി എന്താണ്? തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യമായിട്ട് ക്യാൻസർ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുകൃതം. തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യമായിട്ട് ക്യാൻസർ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഇത് സുകൃതം പദ്ധതി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 68. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അഥവാ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. 1 ചിക്കൻ പോക്സ് കോളറ, 2 കോളറ ചിക്കൻ ഗുനിയ, 3 ക്ഷയം ചിക്കൻ പോക്സ്, 4 മന്ത് ചിക്കൻ ഗുനിയ. തന്നിരിക്കുന്നതിൽ ഏതാണ് വായുവിലൂടെ പകരുന്നത്? ക്ഷയവും ചിക്കൻ പോക്സും അല്ലെ. മൂന്നാമത്തതാണ് ശരിയായിട്ടുള്ളത്. ക്ഷയവും ചിക്കൻ പോക്സും ആണ് തന്നിരിക്കുന്നതിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. വായുവിലൂടെ പകരുന്ന മറ്റു രോഗങ്ങൾ ഏതൊക്കെയാണ്? ക്ഷയം, ചിക്കൻ പോക്സ് കൂടാതെ ജലദോഷം, വസൂരി, വില്ലൻ ചുമ, മുണ്ടിനീര്, ന്യൂമോണിയ, മീസിൽസ്, ഇൻഫ്ലുവൻസ, ആന്ത്രാക്സ്, സാർസ്, ഡിഫ്തീരിയ. ഇതൊക്കെ എന്താണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ക്ഷയം, ചിക്കൻ പോക്സ്, ജലദോഷം, വസൂരി, വില്ലൻ ചുമ, ന്യൂമോണിയ, മീസിൽസ്, ഇൻഫ്ലുവൻസ, ആന്ത്രാക്സ്, സാർസ്, ഡിഫ്തീരിയ. അങ്ങനെയെങ്കിൽ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ കോളറ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ്, എലിപ്പനി, വയറുകടി, വയറിളക്കം, പോളിയോമിലിറ്റസ്, മഞ്ഞപ്പിത്തം. ഇതൊക്കെ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഒന്നുകൂടെ പറയാം. കോളറ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ്, എലിപ്പനി, വയറുകടി, വയറിളക്കം, പോളിയോമിലിറ്റസ്, മഞ്ഞപ്പിത്തം. ഇതൊക്കെ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളുമാണ്. 69ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സിറോഫ്താൽമി എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിന്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? സിറോഫ്താൽമി എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിന്റെ അഭാവം മൂലമാണ്? വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് സിറോഫ്താൽമിയ. അതുപോലെ നിശാന്തത, കെരാറ്റോമലേഷ്യ എന്നിവയും
വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗങ്ങളാണ്. നിശാന്തത, കെരാറ്റോമലേഷ്യ, സിറോഫ്താൽമിയ ഇത് മൂന്നും വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗങ്ങളാണ്. വൈറ്റമിൻ B1 അപര്യാപ്തത രോഗമാണ് ബെറിബെറി എന്ന് പറയുന്നത്. വൈറ്റമിൻ B1 അപര്യാപ്തത രോഗം ഏതാണ്? ബെറിബെറി. B2 അപര്യാപ്തത രോഗമാണ് കീലോസിസ്. B2 ഏതാണ്? കീലോസിസ്. B1 ബെറിബെറി, B2 കീലോസിസ്. B3 പെല്ലഗ്ര. B3 അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. അതുപോലെ ക്ഷീണം, ഉറക്കമില്ലായ്മ ഇതൊക്കെ B5 അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ്. ഉറക്കമില്ലായ്മ, ക്ഷീണം വൈറ്റമിൻ B5 അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ്. വൈറ്റമിൻ B6 അപര്യാപ്തത രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ. B6 അപര്യാപ്തത രോഗം മൈക്രോസൈറ്റിക് അനീമിയ. വൈറ്റമിൻ B7 അപര്യാപ്തത രോഗമാണ് സെബോറിയ. B7 സെബോറിയ. B9 അപര്യാപ്തത രോഗം മെഗലോബ്ലാസ്റ്റിക് അനീമിയയും B12 പെർനീഷ്യസ് അനീമിയയും. വൈറ്റമിൻ B6 ആണെങ്കിൽ മൈക്രോസൈറ്റിക് അനീമിയ, B9 ആണെങ്കിൽ മെഗലോബ്ലാസ്റ്റിക് അനീമിയ, B12 അപര്യാപ്തത ആണെങ്കിൽ പെർനീഷ്യസ് അനീമിയ. ഇനി വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി. വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗം സ്കർവി. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗമാണ് റിക്കറ്റ്സ് അഥവാ കണ. വൈറ്റമിൻ ഡിയുടേത് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് വന്ധ്യത. വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് എന്ത്? വന്ധ്യത എന്ന് പറയുന്നത്. അതുപോലെ രക്തം കട്ടപിടിക്കുന്നതിലെ കാലതാമസം വൈറ്റമിൻ കെയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ്. രക്തം കട്ടപിടിക്കുന്നതിലെ കാലതാമസം ഉണ്ടാകുന്നത് വൈറ്റമിൻ കെയുടെ അപര്യാപ്തത മൂലമാണ്. 70ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചതെന്ന്. കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചതെന്ന്. 2014 നവംബർ 9. 2014 നവംബർ 9 കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത്. വ്യത്യസ്ത ആരോഗ്യ മേഖലകളെ സംയോജിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കീഴിൽ രൂപീകരിച്ചാണ് എന്ത്? ആയുഷ് മന്ത്രാലയം. ആയുർവേദ, യോഗ ആൻഡ് നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നീ 5 വിഭാഗങ്ങളുടെ പേരിന്റെ ആദ്യ അക്ഷരം ഉപയോഗിച്ച് എഴുതിയ ചുരുക്കെഴുത്താണ് എന്ത്? ആയുഷ് എന്ന് പറയുന്നത്. ആയുർവേദ, അതേപോലെ യോഗ ആൻഡ് നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ഈ 5 വിഭാഗങ്ങളുടെ പേരിന്റെ ആദ്യാക്ഷരം ഉപയോഗിച്ച് എഴുതിയ ചുരുക്കെഴുത്താണ് ആയുഷ്. ഈ 5 ചികിത്സാ സമ്പ്രദായങ്ങളെ ഏകോപിപ്പിച്ചിട്ടുകൊണ്ട് കേരള സർക്കാർ രൂപീകരിച്ച പുതിയ വകുപ്പായിരുന്നു ഏത്? ആയുഷ് വകുപ്പ് അഥവാ ആയുഷ് ഡിപ്പാർട്ട്മെന്റ്. കേരള സർക്കാർ ആയുഷ് വകുപ്പ് രൂപീകരിച്ചത് 2015 ഓഗസ്റ്റ് 5 കേരള സർക്കാർ ആയുഷ് വകുപ്പ് രൂപീകരിച്ചതെന്നാണ് 2015 ഓഗസ്റ്റ് 5. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നു വകുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത്. ആരായിരുന്നു? അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ആയിരുന്നു വകുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇന്ത്യയിൽ ആയുഷ് വകുപ്പ് രൂപീകരിച്ച 3ാമത്തെ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആയുഷ് വകുപ്പ് രൂപീകരിച്ച എത്രാമത്തെ സംസ്ഥാനമാണ് കേരളം? 3ാമത്തെ. മറ്റു 2 സംസ്ഥാനങ്ങൾ ഏതൊക്കെയായിരുന്നു? ആദ്യത്തെ ഹിമാചൽ പ്രദേശും രാജസ്ഥാനും. കേരളത്തിന് മുമ്പ് രൂപീകരിച്ച 2 സംസ്ഥാനങ്ങളാണ് ഹിമാചൽ പ്രദേശും രാജസ്ഥാനും. കേരളത്തില് 2015 ഓഗസ്റ്റ് 5 കേന്ദ്രത്തിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് 2014 നവംബർ 9 ആയിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ ചെയ്യാം. അപ്പോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. PSC പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.